ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ശ്രീ നമ്മളെടുത്ത് ഗുരുവിനെ കുറിച്ചും അഭിവന്ദ്യ ശിഷ്യപൂജിതയെക്കുറിച്ചും അവസ്ഥാപൂർത്തീകരണത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട്. അവർ പേഴ്സണലായിട്ട് ഒരുപാട് പേരുടെ മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഒരു വിഭാഗം കുറച്ചു പേര് അവർ ഇതെല്ലാം കേട്ടിട്ട് അവരുടേതായ കുറെ പരാതികളുള്ളവരാണ് അവർ. അതായത് അവർക്ക് ചില നിരാശകളും വിഷമങ്ങളും അവരുടെ ചില കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കുറച്ച് വിഭാഗമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ആത്മീയമായിട്ട് ഏറ്റവും ഉന്നതമായ ഒരു വശമാണ് നമുക്കുള്ളത് എങ്കിൽ തന്നെയും അത് ഭൗതികമായിട്ട് നമുക്കത് പ്രതിഫലിക്കുന്നില്ല എന്നാണ് കുറെ പേര് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഭൗതികമായിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടും ഒക്കെ ഉള്ള അവരുടെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമ്മൾ വേദാന്തം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെ വരുമ്പോൾ ആ ഭൗതികമായിട്ട് എന്തുകൊണ്ടാണ് ഈ ആത്മീയമായ ഈ ഔന്നത്യം അത് ഭൗതികതയിൽ എന്തുകൊണ്ട് പ്രതിഫലിക്കുന്നില്ല, ഭൗതികമായിട്ട് എന്തുകൊണ്ട് നമ്മൾ അത്രയും രീതിയിൽ വളരുന്നില്ല എന്നൊരു സംശയം കുറച്ചു പേർക്കുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ ഒന്ന് വിശദീകരിക്കാമോ? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും അഭിനന്ദനങ്ങളും വരുന്നുണ്ട്, അതുപോലെ തന്നെ അപമാനങ്ങളും വന്ന് സംഭവം ന്യൂട്രലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും കഴിയാത്ത നമ്മളൊരു ന്യൂട്രലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആധ്യാത്മികമായിട്ടുള്ളൊരു മാർഗം. പിന്നെ ഇപ്പോൾ ആശ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഒരുപാട് പ്രശ്നങ്ങൾ, സംശയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇത് മനഃപൂർവ്വമല്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ആരും മനഃപൂർവ്വമല്ല. ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിഷമതകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും ചില പ്രോബ്ലങ്ങളിൽ നിന്നുമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആധ്യാത്മികമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മറ, അത് ഒരു വ്യക്തി സഹജമല്ല, യൂണിവേഴ്സലായിട്ടുണ്ടായിരിക്കുന്ന ആധ്യാത്മിക രംഗത്തുണ്ടായിരിക്കുന്ന ഒരു മറ മനുഷ്യനെ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് യുഗാന്തരങ്ങൾക്ക് മുമ്പിൽ നടന്ന ഒരു തെറ്റിനെക്കുറിച്ചും എല്ലാം ഗുരു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഹന്താ സ്വരൂപത്തിൽ വന്ന ആ തെറ്റിൻ്റെ ഭാഗമായിട്ട് ദൈവികമായിട്ടുള്ള വിഷയങ്ങൾ മറഞ്ഞു പോകത്തക്ക വണ്ണം ഒരു പ്രശ്നം ഉണ്ടായിപ്പോയി. അതായത് നമ്മുടെ ഈ ഒരു സൃഷ്ടിക്രമത്തിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ സത്യത്തിൻ്റെ വെളിച്ചം മറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.